ജൂലി, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ജൂലിക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു സർ. റീസെന്റ് ആയിട്ട് ജൂലിക്ക് പിൻ നമ്പർ കിട്ടി. ആൻഡ് പിൻ നമ്പർ കിട്ടി പ്ലസ് ജോബ് കിട്ടി. NHS തന്നെ ജൂലിയുടെ ഒരു ഡ്രീം ജോബ് ആയിരുന്നു NHS കിട്ടുക എന്നുള്ള കാര്യം. അതിനുവേണ്ടി ഇത്രയും നാള് ജൂലി നമ്മുടെ കൂടെ ജേർണിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതെ ജൂലിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്തായാലും. പക്ഷെ ഫൈനലി ഇപ്പൊ കാറ്ററിംഗിലാണോ? കാറ്ററിംഗ് അതെ ഹോസ്പിറ്റൽ അതെ കിട്ടിയില്ലേ? അതെ കാറ്ററിംഗ് ജനറൽ ഹോസ്പിറ്റൽ. കാറ്ററിംഗ് ഹോസ്പിറ്റലാണ് ജൂലി കിട്ടിയത്. അതെ അതെ. മെഡിക്കൽ വാർഡാണോ സർജിക്കൽ വാർഡാണോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്? ഞാൻ മെഡിക്കൽ വാർഡിലാ സർ. മെഡിക്കൽ വാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതെ അതെ ജൂലി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു, സൂപ്പർ ന്യൂമറി കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അതെ. അപ്പൊ ജൂലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ലൈക്ക് ഒരു ബേസിക് ജൂലിയുടെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ജൂലി സീനിയർ കെയർ ആയിട്ട് UK വരുന്നു ആ, അല്ലെ? ഞാൻ സീനിയർ കെയർ ആയിട്ടും അല്ല വന്നത്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാ വന്നത്. ഓക്കെ. അവിടെ അതും വ്യത്യാസം ഉണ്ടല്ലോ. അതെ അതെ, ഉറപ്പായിട്ടും. ജസ്റ്റ് നമ്മുടെ പേഴ്സണൽ കെയർ മാത്രമാണ് ഹെൽത്ത് കെയറിൽ ഉദ്ദേശിക്കുന്നുള്ളൂ, കെയർ ഹോമില്. അതെ, ശരിയാ. ആ, കാര്യം അതുകൊണ്ടാണ് ജൂലിക്ക് നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ ഒന്നും കിട്ടാത്തതും. ജൂലിക്ക് അതെ BT CBT ഓസ്കി ത്രൂ പാത്വേയിൽ തന്നെ ജൂലിക്ക് പോകണമായിരുന്നു പ്രോപ്പർ ആയിട്ട്. അതെ അതെ പിന്നെ ആ ഒരു ഇംഗ്ലീഷിന്റെ കാര്യം കൂടി ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജൂലി ഡെവലപ്പ് ചെയ്ത് അത് ജൂലിക്ക് എത്രയും ബെറ്റർ ആയിരുന്നേ ഉള്ളൂ എന്തായാലും അത് കേട്ടോ. ഉറപ്പായിട്ടും ഇവിടെ വന്നു പോയിട്ട് എഴുതിയോടെ എനിക്ക് ഒരു ഒരു എന്താ ഒരു നിരാശയൊന്നുമില്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് വേണമെങ്കിൽ പറയാം. ഫൈനലി ജൂലിക്ക് കാര്യം കിട്ടി, കയ്യിൽ കിട്ടി അതെ അല്ലെ? നമ്മൾ ആ ഫീഡ്ബാക്ക് ചെയ്യാനായിട്ട് ഞാനും കുറച്ച് ഡിലേ ആക്കിയെന്ന് വെച്ചാൽ ജൂലിക്ക് ആ COS കിട്ടി. കാര്യം കുറെ പ്രോസസ്സാണ്. നമുക്ക് വൺസ് ആ ഹോസ്പിറ്റലിൽ ഒന്ന് കാലെടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യം. ഉറപ്പായിട്ടും. ഉം, പിന്നെ ഞാൻ സാറിന്റെ നാട്ടിൽ നിന്നേ സാറിന്റെ എല്ലാ, അതായത് സാറിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊരു ചാൻസ് ആണല്ലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ കയറി വന്നത്. നമുക്ക് അങ്ങനെയെങ്കിലും ഉം. ഈ ഒരു കൺട്രിയിൽ എത്താം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇതിൽ വന്നു. പിന്നെ വന്നിട്ട് പിന്നെ വന്ന് ഫസ്റ്റ് എന്റെ വേർഡ് കെയർ ഹോം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് ഉം, നമ്മൾ പ്രതീക്ഷിച്ച ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അവിടെ. ഉം, കാരണം ഒരു ഇംഗ്ലീഷ്, ഫുള്ളി ഇംഗ്ലീഷ് അറ്റ്മോസ്ഫിയർ. ഉം, നമുക്ക് അവര് നമ്മളെ ആം, ഇപ്പൊ എങ്ങാനും നമ്മളൊരു മലയാള വേർഡ് പറഞ്ഞ അപ്പൊ നമ്മളോട് പറയും "No, നിങ്ങൾ യു ആർ നോട്ട് അലൗഡ് ടു സ്പീക്ക് ഇൻ യുവർ ലാംഗ്വേജ്" അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക്, പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉറപ്പായിട്ടും ഇല്ല നമ്മുടെ നമ്മുടെ നഴ്സിംഗ് കെയർ. നമ്മൾ കഴിഞ്ഞു, നമ്മുടെ പ്രൊഫഷൻ ഇങ്ങനെ നിൽക്കുകയാണ്, നമുക്ക് മാറിയേ പറ്റുള്ളൂ എന്തായാലും അതെ അല്ലെ? അതെ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരിക്കലും നമ്മൾ HCA എന്ന് പറയുന്ന അതിൽ കിട്ടത്തില്ല. കിട്ടില്ല. അതെ പിന്നെ നമ്മളിങ്ങനെ അവിടുത്തെ നഴ്സുമാര് ചെയ്യുന്ന ഓരോ പ്രൊസീജിയർ കാണുമ്പോൾ നമ്മൾ ടെൻ ടു ബി ഡു ഇറ്റ് യുനോ നമ്മള് അതെ നമ്മളത് കൂടുതൽ വലിയ ചെയ്യുന്നുണ്ട്. പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തതായിരിക്കാം, നമുക്കത് അതെ. ചെയ്യണം എന്നുള്ള ഒരു ഇതൊക്കെ വരാം. അങ്ങനെയാണ് ഞാൻ ബേസിക്കലി ഇതിലേക്ക് തിരിച്ചു വന്നത്. ഉം, മീൻസ് OET ഒരു അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ. അങ്ങനെ അപ്പൊ പിന്നെ ഞാനിങ്ങനെ മെനക്കെട്ടിരുന്നിട്ട് സാറിന്റെ വീഡിയോസ് കാണാൻ തുടങ്ങി ഫസ്റ്റ്. മീൻസ് ലിസണിങ് ആൻഡ് റീഡിങ്. കാരണം ഞാൻ സ്ട്രഗിൾ ചെയ്തത് ലിസണിങ്ങിലായിരുന്നു, റീഡിങ്ങിന് അത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ഉം, ലിസണിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉം, അപ്പൊ ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിസണിങ് നമ്മള് ഫുള്ള് ചെയ്ത് തീർത്തിട്ട് ആ, പിന്നെ അപ്പൊ എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സാറിന്റെ ആ ട്രിക്സും ടിപ്സും വീണ്ടും കേൾക്കും. ഉം, വീണ്ടും കേട്ടിട്ട് ഞാൻ അതിലേക്ക് തന്നെ വീണ്ടും പോകും. അതെ. അങ്ങനെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത് എന്ന് ഒന്ന് കണ്ടുപിടിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു NHS കിട്ടില്ല, ടൈം എടുക്കും, എന്നാൽ കെയർ ഹോമിൽ തന്നെ നഴ്സായിട്ട് കയറാൻ പറ്റും. അവര് കംപ്ലീറ്റ്ലി നമ്മളെ കെയർ ഹോമിലേക്കുള്ള ഒരു, പിന്നെ ഞാൻ അവിടുത്തെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമ്മളൊരു ന്യൂലി ക്വാളിഫൈഡ് ആയിട്ട് ഒന്നും അറിയാതെ വരുന്നവർക്ക് നമുക്ക് അതൊരു അതെ. എപ്പോഴും നല്ലത് NHS തന്നെയാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാനും NHS വീണ്ടും ട്രൈ ചെയ്തു. സാറിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, എങ്ങനെ നമ്മൾ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ കൊടുക്കണം, ആ, എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് ഉം, ഒരു കുറെ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ എടുത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ അതിനെ യോജിപ്പിച്ചൊക്കെയാണ് ഞാൻ അത് കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് പിന്നെ കിട്ടുന്നതിന് മുമ്പ് തന്നെ തൊട്ട് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ശരി. എനിക്കറിയില്ല, ഈ ഹോസ്പിറ്റൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, അതെ. ഈ ഒരു പ്ലേസും ഈ ഒരു ഹോസ്പിറ്റലും. ഉം, അങ്ങനെ ഫോർത്തോ ഫിഫ്ത് ടൈം ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചത്. ഇന്റർവ്യൂ ഓഫ് കോഴ്സ് സാറിന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ഉം. ക്ലാസ് ആയിട്ടില്ലായിരുന്നെങ്കിലും ആ ഒരു 5 hours ഒരു വീഡിയോ വീഡിയോ കണ്ടു. അതെ, അത് ഞാനൊരു 20 ടൈംസ് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. 20 ടൈംസ് ഞാൻ അത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ശരി. ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതി വെക്കും. ഉം, പിന്നെ സാറിന്റെ കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ട് അതിനകത്ത് എനിക്ക് കുറച്ച് വേർഡ്സുകൾ ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. ആ എന്റെ എക്സാക്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ഇന്റർവ്യൂവിന് വന്നത്. ചോദിക്കുന്നത്. വേറൊരു ക്വസ്റ്റ്യൻസും അവർ ചോദിച്ചില്ല. നമ്മളുടെ ഒരു പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒന്നുമില്ല. ആ ഒരു 25 ക്വസ്റ്റ്യൻസ് സാറ് പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ എന്നോട് അത് ചോദിച്ചിട്ടുള്ളൂ. ജൂലിക്ക് ലൈക്ക് ഇപ്പം ജൂലി ആ ഇന്റർവ്യൂ സെഷൻസ് എടുത്തു. ആ സെഷൻസ് എടുക്കുന്നതിന് മുന്നേ ജൂലി ഏതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല.
ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വെർച്വൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ, അപ്പൊ അതിനകത്ത് എനിക്ക് ഒന്നും അറിയത്തില്ല. ഇവര് ചോദിക്കുന്ന നമ്മൾ ഫുള്ളി ബ്ലാങ്ക് ആണ്. ആക്ച്വലി ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷെ എങ്ങനെ അതിനെ ആൻസർ പറയണം. ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല. ആയിരുന്നു. അപ്പം അങ്ങനെ വന്ന് അത് ഞാൻ ഫെയിൽ ആയിപ്പോ. അത് വെയിൽസിന്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഉം. അപ്പൊ അത് ഞാൻ ഫെയിൽ ആയിപ്പോയി. അവര് പറഞ്ഞു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീൻസ് ക്വസ്റ്റ്യൻ കൺവേ ചെയ്യുന്ന അവര് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ആൻസേഴ്സ് ഫീഡ്ബാക്ക് തരും. ജൂലിയുടെ സൈഡിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ള രീതിയിലായി. അതെ 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 അതെ. അപ്പൊ അത് കമ്പയർ ചെയ്ത് ജൂലിക്ക് വൺസ് ആ വീഡിയോസ് ആദ്യം കണ്ടു തുടങ്ങിയപ്പോൾ ജൂലിക്ക് തന്നെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റിയ ലൈക്ക് എന്താണ് ജൂലി പറയേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു എക്സ്പെക്ടഡ് ആൻസേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജൂലിക്ക് ഒരു ഐഡിയ കിട്ടിയായിരുന്നോ? കിട്ടി. സാറിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മള് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുനിന്ന് വരുന്നത്. അനുജൻ എല്ലാ നമ്മളിങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് പല സൈറ്റുകളിൽ നിന്നും കിട്ടുന്നുണ്ട്. ബട്ട് ആൻസേഴ്സ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് ആ ഒരു ആൻസേഴ്സ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ആയിരിക്കില്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എക്സ്പെക്ടേഷൻ അത് കറക്റ്റ് ആയിട്ട് സാറിന്റെ ആ ഒരു ആൻസേഴ്സിൽ നിന്നും കൂടി നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം, മീൻസ് എങ്ങനെ നമ്മൾ അതിനെ ആൻസർ ചെയ്യണം എന്നുള്ള ഒരു വന്നത് സാറിന്റെ ആ ഒരു 5 hours ക്ലാസ് കേട്ടതിന് ശേഷമായിരുന്നു വന്നത്. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. വെരി ഗുഡ്. ജൂലിക്ക് അത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ തന്നെയല്ലേ ജൂലി ആക്സസ് ചെയ്തത്? അതെ 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 അതെ. അപ്പോൾ ജൂലിക്ക് അത് എടുത്തു തുടങ്ങി. നമ്മൾ മെറ്റീരിയൽസ് എല്ലാം തന്നെ ജൂലിക്ക് ഷെയർ ചെയ്തു തന്നു. അപ്പൊ ജൂലിക്ക് അതെ അതെ കാണുമ്പോൾ അതിനകത്ത് ഞാൻ കാൻഡിഡേറ്റ്സുമായിട്ട് സംസാരിക്കുന്ന റെക്കോർഡ് സെഷൻ ആണ് ഓൾറെഡി. അതെ അതെ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ജൂലി തന്നെ ആൻസേഴ്സ് പറഞ്ഞിട്ട് ആ കാൻഡിഡേറ്റ്സിന്റെ ആൻസറും കേട്ട് ഞാൻ അത് കറക്ഷൻസ് കൊടുക്കുന്ന കേൾക്കുമ്പോൾ ജൂലിക്ക് കുറെ മിസ്റ്റേക്സ് തിരുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? തിരുത്താൻ പറ്റിയിട്ടുണ്ട്. ഉണ്ട്. അന്ന് ഭയങ്കരമായിട്ട് ഒരു ഉപകാരമായിരുന്നു അത്. കാരണം ഓരോ ആൻസേഴ്സ് ഇപ്പം സാറ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഡിഫറെന്റ് ആൾക്കാർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ ആണല്ലോ, മീൻസ് ഡിഫറെന്റ് ആൻസേഴ്സ് ആണ്. അതിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് സാർ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ ആൻസേഴ്സ് അതിനെ ഇങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം, മീൻസ് അതായിരിക്കും അതിന്റെ റൈറ്റ് വേ. നിങ്ങൾ പറയുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്, ബട്ട് കുറച്ചും കൂടി നമ്മള് കൂട്ടി എലാബറേറ്റ് ചെയ്ത് പറയണം എന്നൊക്കെയുള്ള ഒരു കാര്യം നമുക്ക് അങ്ങനെ ഒരു ഇതിൽ നിന്ന് കിട്ടിയത്. ജൂലിക്ക് നമ്മുടെ ഇന്റർവ്യൂ ആണെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാനും ആ പോയിന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ പറ്റി അല്ലെ? അത്യാവശ്യം പറ്റി. കാരണം ഞാനത് കാണാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ സാറിന്റെ ഞാൻ പറഞ്ഞില്ല 20 ടൈംസോളം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് കേട്ടു. പിന്നെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സുകളെ കുറച്ച് പർട്ടിക്കുലർ വേർഡുകൾ ഉണ്ടല്ലോ എക്സ്പെക്ട് ചെയ്യുന്ന ആ വേർഡുകളൊക്കെ നമ്മള് എഴുതി വെച്ചു. അപ്പൊ അത് അങ്ങോട്ട് ചെല്ലുമ്പോ അവർക്ക് ഇച്ചിരി ഒരു ഹാപ്പിയാണ്. പിന്നെ അതിനൊക്കെ ഉണ്ട്. അവര് നോട്ട്സ് 200 ഇതൊരു ഇവന്റ് ആയിരുന്നു. അറൌണ്ട് ഒരു 300 പീപ്പിൾ ഉണ്ടായിരുന്നു, ആൾക്കാർ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരു 1 hour ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അതിൽ എനിക്ക് മാത്രമാണ് ആദ്യമേ വന്നത് നിങ്ങളുടെ ഇന്റർവ്യൂ സക്സസ്ഫുൾ ആയി, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ നിന്ന് നമുക്കൊരു ഇന്റർവ്യൂ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ലക്കിയാണ്, മനസ്സിലായോ? അതെ അതെ അതെ. കിട്ടാൻ അപ്പൊ അതിൽ സെലക്ടഡ് ആയി എന്ന് പറയുന്നത് അതിലും വലിയ ഭാഗ്യമാണ്. എനിവേ നമ്മളെ സംബന്ധിച്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് ജൂലി നമ്മുടെ MNC അക്കാഡമി ത്രൂ നമ്മുടെ OE ടീം, CB ടീം, ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ ജൂലി എടുത്തു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ MNC അക്കാഡമി ആയിട്ട് ഈ ഒരു കംപ്ലീറ്റ് ജേർണിയിൽ ജൂലിയുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ് ജൂലിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ള? എനിക്ക് പറയാനുള്ളത് കംപ്ലീറ്റ്ലി എന്റെ OET ജേർണി ടു സ്റ്റിൽ മൈൻ, എന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഭയങ്കര ഫുള്ളി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂമാണ് അവിടെ ഉള്ളതെന്ന് ഞാൻ പറയാം. ഭയങ്കര ഒരു സ്റ്റാഫ് സപ്പോർട്ടാണ് എനിക്ക്. ഫസ്റ്റ് എനിക്ക് റൈറ്റിംഗ്, കാരണം ഞാൻ പുറത്ത് പഠിച്ചെങ്കിലും നമ്മൾക്ക് ഓരോന്നിനും ഡിഫറെന്റ് വേ ഉണ്ട്. അപ്പൊ നമ്മളെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് എന്റെ റൈറ്റിംഗിന്റെ മെന്റർ നന്നായിട്ട് എന്നെ ഹെൽപ്ഫുൾ ആക്കി. പിന്നെ അതേപോലെ തന്നെ സ്പീക്കിംഗ്, പിന്നെ റീഡിംഗ് ആൻഡ് ലിസണിങ് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അതൊരു എന്താ പറയാ ഭയങ്കര, അതായത് കൗണ്ട്ലെസ് സപ്പോർട്ട് എന്ന് വേണേൽ പറയാം. കൗണ്ട്ലെസ് ആയിട്ട് നമുക്കൊരു ക്ലാസ് കിട്ടുന്നുണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് കയറാൻ പറ്റുന്ന ഒരു, നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ എപ്പോഴാണോ അവൈലബിൾ അതനുസരിച്ച് ക്ലാസ്സിൽ നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലായിടത്തും കിട്ടണമെന്നില്ല. കാരണം നമ്മൾക്ക് ചിലരൊരു ഗോൾ വെച്ചിട്ടുണ്ട് 50 ക്ലാസ്സസ് അല്ലെങ്കിൽ 50 ക്ലാസ്സുകൾ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു കോഴ്സ് 3 month കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ആ ഒരു ഡെയിലി ഉണ്ട്, മൺഡേ ടു ഫ്രൈഡേ അല്ലെ മൺഡേ ടു സാറ്റർഡേ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്ത് നമുക്ക് എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ അവൈലബിലിറ്റി, അത് നമ്മുടെ ആണ് ഇഷ്ടം. നമ്മളുടെ ചിലപ്പോൾ ഞാനിപ്പോ വർക്ക് ചെയ്തോണ്ട് പഠിക്കുമായിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ അത് പിന്നെ റീഡിങ്ങിന്റെ ആ ഒരു നമ്മുടെ എക്സ്പ്ലനേഷൻ ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. മാമിന്റെ ഒക്കെ എല്ലാ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു ഒരു
നമ്മൾ മനസ്സിലാവുന്നിടം വരെ നമ്മളെ ഒരു കൺവേ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയാണ്. ചെയ്യിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വെരി ഗുഡ്. ലിസണിങ് ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ലിസണിങ് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ആ പോസ് ചെയ്ത് ആം, എന്താ പറയുന്നത്, നമ്മൾ എവിടെയാണ് ആൻസർ കിട്ടിയത്, എങ്ങനെയാണ് ആൻസർ കിട്ടിയത്, പോസ് ചെയ്ത് കേൾപ്പിച്ച് ഓഡിയൻസിലേക്ക് നമ്മൾക്ക് എത്തിച്ചു. എങ്ങനെ ആൻസർ എത്തിച്ചു എന്നൊക്കെ ഉള്ള ഒരു ഇത്. പിന്നെ അതേപോലെ തന്നെ CBT ആണെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. 12 ഡേയ്സിന്റെ ഒരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പ്രത്യേകതരം ഒരു കാൻഡിഡേറ്റ്. ആക്ച്വലി എനിക്കെല്ലാം ഇങ്ങനെ ഫ്രണ്ടിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ, അങ്ങനെ ഒരു വ്യക്തിയാണ്. ഈ 12 ദിവസത്തെ ക്ലാസ്സിന്റെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ കുറെ പേർക്ക് ഡൗട്ടാ. സീനിയർ ആ കെയറേഴ്സ് ഒരുപാട് പേര് ജൂലിക്ക് അറിയാം, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജൂലി കാണാറുണ്ട്. അതെ എല്ലാവരും 90% ആൾക്കാരും സീനിയർ കെയറേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും. അപ്പൊ അവരെല്ലാവരും കൺസേൺ അഡ്മിഷൻ വരുന്ന സമയത്ത്, പിന്നീടൊന്നുമില്ല, അഡ്മിഷൻ വരുന്ന സമയത്ത് ഈ 12 ദിവസത്തെ ക്ലാസ് മതിയോ, റെക്കോർഡ് വീഡിയോസ് മതിയോ? അപ്പൊ അത് ലൈക്ക് ജൂലി അതിന് ഒരു എന്താ എവിഡൻസ് ആണ്. ലൈക്ക് മെയിൻ ആയിട്ട് ജൂലിക്ക് അത് കിട്ടി, ആ മെറ്റീരിയൽസ് ജൂലിക്ക് അത് ഇനഫ് ആയിരുന്നു 12 ഡേയ്സ്. വളരെ വളരെ അധികം ഇനഫാണ്. കാരണം അതിനകത്ത് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ ഔട്ട് ഓഫ് ഒരു ക്വസ്റ്റ്യൻസ് പോലും, ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഔട്ട് ഓഫ് ഒരു ക്വസ്റ്റ്യൻസിന് നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ടെൻഷൻ ആയിരുന്നു. കാരണം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണോ, നമ്മളവിടെ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണോ ഇവിടെ വരുന്നത് എന്നൊരു ടെൻഷൻ നമുക്ക് അന്നപ്പോ ഉണ്ടാകും. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു ആദ്യത്തെ 1 2 3 4 5 കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു തന്നെയാണ് വരുന്നത്. വേറെ ഒന്നും അതിനകത്ത് എക്സ്ട്രാ നമുക്ക് ആഡ് ഓൺ ചെയ്ത് പഠിക്കേണ്ട കാര്യമേ ഇല്ല. ജൂലിക്ക് ആ ഒരു തിയറി കംപ്ലീറ്റ് ആ 12 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞപ്പോൾ ഈവൻ ഇപ്പം NHS ജൂലി കയറുന്നു, അല്ലെങ്കിൽ ഓസ്കിലോട്ട് ജൂലിക്ക് പോയി, അതെല്ലാം ജൂലിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ആ 12 ഡേയ്സ് തിയറി പഠിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ. അതെ അതെ, ന്യൂസിന്റെ നമ്മൾക്ക് ഒരു ഇതുണ്ട്, ന്യൂസും കാര്യങ്ങളും അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കോഡ് ആൻഡ് കണ്ടക്ട്സ്, പിന്നെ കുറച്ച് നമ്മളുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതന്നെ, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമ്മളത് തിയറി പ്രാക്ടിക്കലിലേക്ക് വരുമ്പോ ആ തിയറി നമുക്ക് ഓൾറെഡി ഇങ്ങനെ നോർമൽ, പിന്നെ മസ്റ്റിന്റെ കാര്യമാണെങ്കിലും എല്ലാം എല്ലാ കാര്യങ്ങളും നമ്മള് തിയറി ചെയ്തതാണല്ലോ, തിയറി കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു മൈൻഡ് നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓസ്കിയിലേക്ക് വരുമ്പോ നമ്മള് പഠിച്ചതാണല്ലോ, നമുക്ക് കുറച്ചൊക്കെ മീൻസ് പ്രാക്ടിക്കലി വരുമ്പോ അറിയാം, നമുക്ക് ആ തിയറി എവിടെ അറിയാം. അപ്പം ജൂലിയുടെ അതൊക്കെ ഒത്തിരി അഭിപ്രായത്തിൽ helpful ഇപ്പൊ ജൂലി ഇതെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പം പിൻ നമ്പർ കിട്ടി, നഴ്സായിട്ട് ജോലിക്ക് കയറി. അപ്പൊ ജൂലിയുടെ അഭിപ്രായത്തിൽ ഈ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ CBTക്ക് വേണ്ടിയിട്ട് കുട്ടികൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അടക്കം ചേഞ്ച് ചെയ്തു. അപ്പൊ ഒരു 1000 2000 3000 ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചിട്ട് പോയി എക്സാം എഴുതുന്നതും തിയറി കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പഠിച്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ജൂലിയുടെ റെക്കമെൻഡേഷൻ എന്തായിരിക്കും? ഞാൻ പറയുന്നത് നമ്മൾ തിയറി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാതെ, ഒന്നാമത്തെ കാര്യം 1000 അല്ലെങ്കിൽ 2000 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരിക്കലും എത്ര ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിലും 1000 2000 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓർത്തിരിക്കത്തില്ല. അതൊരു കാര്യമാണ്. പക്ഷെ തിയറി നമ്മള് വായിച്ചു പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മളത് കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് വായിച്ചു പഠിച്ചാൽ മതി. പിന്നെ ക്ലാസ് തരുമ്പോൾ നമ്മൾ ആ കറക്റ്റ് കാര്യങ്ങള് അത്രയും തിയറി നന്നായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും, നമ്മൾ ജയിക്കും. അത് ഒരു ഡൗട്ട്ഫുൾ ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് തന്നെ ഞാൻ പറയും. കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. കാണാൻ ക്വസ്റ്റ്യൻസ് ഈ 2000 ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കാണാൻ പഠിക്കേ വേണ്ട. നമുക്ക് തിയറിയാണ് ബേസിക്കലി. അതെ, ഇവിടെ UK വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിൽ അത് എപ്പോഴും നമ്മുടെ ഒരു നോളജും കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യമാണ്. അതെ അതെ, ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന്റെ കഴിഞ്ഞു, പിന്നെ നമ്മൾ തീർന്നു. പക്ഷെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർമ്മ വരും. നമ്മളത് ഇപ്പം നമ്മൾ NHSലൊക്കെ നമ്മൾ ജോയിൻ ഇപ്പൊ ഈ ഫോൾ റിസ്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഞാൻ ജസ്റ്റ് കയറിയുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഫയല്, നഴ്സിംഗ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞൊരു ഫയല് നമുക്കുണ്ട്. ആ ഫയലിനകത്ത് പ്രഷർസോ നമ്മള് 4 hours കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ തിയറിയുമായിട്ട് CBTയുടെ തിയറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പം പിന്നെ ന്യൂസ് ചാർട്ട് വരുന്നത്, അതൊക്കെ ഈ തിയറിയുമായിട്ട് നമ്മൾക്ക്. അപ്പൊ നമ്മളത് തിയറി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് വരത്തുള്ളൂ. ഞാൻ എന്തുകൊണ്ട് ജൂലിയുടെ അടുത്ത് ചോദിച്ചു വെച്ചാൽ, ജൂലി ഇപ്പൊ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട്, കാര്യം NHSലൂടെ ജൂലിയുടെ അടുത്ത് ആ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്. അപ്പം ലൈക്ക് നമുക്ക് ഒരു എക്സാം പാസ് ആവാന്നുള്ള ഒരു ബെനിഫിറ്റ് മാത്രമല്ല അവിടെ ഉള്ളത്, ഈ ഒരു നോളജ് നമ്മൾ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ഓസ്കിയിലാണെങ്കിലും പിന്നീട് നമ്മളെ ഫ്യൂച്ചറിൽ നമ്മൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ. താങ്ക് യു. പിന്നെ ബാക്കി നെക്സ്റ്റ് ജൂലി അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു, ഓസ്കിയുടെ സംഭവങ്ങളെല്ലാം റെഡിയായി ജൂലിക്ക്.
അതിനുശേഷം ഇന്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലോട്ട് കയറുകയും ചെയ്തു എന്തായാലും. അതെ അതെ ജൂലിക്ക് ആ ഒരു പ്രിപ്പറേഷൻ ക്ലാസ് ത്രൂ കുറെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ NHSന്റെ കുറെ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ കോഡ് ആൻഡ് കണ്ടക്ട്സ് കാര്യങ്ങളെല്ലാം ആ 25 ക്വസ്റ്റ്യൻ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആയിരുന്നു? ലൈക്ക് അതെ കാർഡിയക് കാര്യങ്ങളും നമ്മുടെ എമർജൻസി മാനേജ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അത് ക്ലിയർ ആയ അതിലായിട്ട് എനിക്ക് വലിയ ഡൗട്ടായിട്ടൊന്നും വന്നില്ല. കാരണം അതിനകത്ത് ഒത്തിരി മീൻസ് ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിട്ടായിരുന്നു. മീൻസ് ക്വസ്റ്റ്യൻസും അതിൽ വരുന്ന ആൻസേഴ്സും വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് ഇന്റർവ്യൂല് ഫസ്റ്റ് വന്നപ്പം എനിക്ക് ഇവര് ചോദിക്കുന്ന ആക്സെന്റ് മനസ്സിലാവുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിപ്പോയി. കാരണം ഓൾറെഡി ഞാൻ ഭയങ്കര ഇന്റർവ്യൂ ഫിയർ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ആക്സെന്റ് വരുമ്പം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും 2-3 ടൈംസ് റിപ്പീറ്റ് പാടൻ ചോദിച്ചിട്ടാണ്. പക്ഷെ ആൻസർ ചെയ്തു എല്ലാത്തിനും. നമ്മൾ പക്ഷെ അത് നല്ല കാര്യമാണ് ജൂലി. കാര്യം ഞാൻ ആ സെഷനിൽ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് ആദ്യമേ തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ആക്സെന്റ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പാടൻ പറഞ്ഞ്, എക്സ്ക്യൂസ് മീ പറഞ്ഞ്, അപ്പോളജീസ് പറഞ്ഞ് ചോദിക്കുക. അത് അവർക്ക് ഇഷ്ടമാണ്. മനസ്സിലായ കാര്യം നമ്മൾ ഒന്നും കൂടെ റീസ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മളൊരു ഗുഡ് ലിസണർ ആണ് അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിക്കേറ്റർ ആണെന്നതിന്റെ ഒരു തെളിവും കൂടിയാണ് അങ്ങനെ അതെ ചെയ്യാൻ. നമ്മൾ കേൾക്കുന്ന ഒരു ഇംഗ്ലീഷ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, ഓക്കെ നമ്മൾ ഇത്രയും ഇംഗ്ലീഷ് എക്സ്പോസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഒരാളോട് ആൻസർ മീൻസ് മനസ്സിലായില്ല എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് എന്ത് തോന്നും എന്നൊന്നും ഉള്ള ഒരു ഇവിടെ ഇല്ല. കാരണം അവർക്ക് നമ്മൾ എത്രത്തോളം അങ്ങോട്ട് ചോദിക്കുന്നവർക്ക് അത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. നമ്മൾ എത്രയും അണ്ടർസ്റ്റാൻഡബിൾ ആക്കാൻ പറ്റും അവർ നോക്കാറുണ്ട്. അപ്പം ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർലി അവർ മീൻസ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ അവര് കുറച്ച് പാരാഫ്രൈസ് ചെയ്യാറുണ്ട് ചില ക്വസ്റ്റ്യൻസ്. മീൻസ് എല്ലാത്തിന്റെയും മെയിൻ തീം ഒന്ന് തന്നെയായിരിക്കും, ബട്ട് അതൊന്ന് പാരാഫ്രൈസ് ചെയ്തായിരിക്കും അവര് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ചിലപ്പം ഇതാണോ അതിന്റെ ആൻസർ കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി പാഠം ചെയ്യുമ്പോഴത്തേക്ക് അവർ ആ കറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചോദിക്കാറുണ്ട്, നമ്മളോട് പറയാറുണ്ട്. ഒരു വലിയ ക്വസ്റ്റ്യൻ സാർ എനിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 12 or 13 പോയിന്റ്സ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. പോയിന്റ്സ് മീൻസ് 1-1 ആയിട്ട് അല്ല ഒരു പർട്ടിക്കുലർ സെന്റൻസുകൾ നമ്മളുടെ അതായത് ഒരു ക്വാളിറ്റീസ് ഓഫ് നഴ്സസ്. അപ്പം നമ്മൾ അതിന്റെ 1-2 ക്വാളിറ്റീസ് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഇലാബറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ അത്രയും ആ ഒരു വേർഡിനെ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കി എന്നുള്ള അതൊക്കെ സാറിന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ സാറ് പറയുന്നതൊക്കെ അപ്പപ്പോ ഇങ്ങനെ എഴുതി പോസ്റ്റ് ചെയ്ത് കാരണം അത് വീഡിയോ കാണാൻ പറ്റിയോണ്ട് എനിക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്ത് എഴുതി എടുക്കാനൊക്കെ പറ്റും. ഞാൻ കുറേ തവണ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. പറഞ്ഞു അതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് എല്ലായിടത്തും ചോദിക്കുന്നത്. കാരണം നേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹെൽത്ത് കെയറിൽ ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്പൈൻ ആണെന്ന് തന്നെ പറയാം. കാരണം അപ്പൊ നമ്മളുടെ ബിഹേവിയർ അവര് എത്രത്തോളം നമ്മുടെ ക്വാളിറ്റീസ് ആ ഒരു ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടോ എന്ന് അവര് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കാര്യം അത് എന്തുകൊണ്ട് പറയുക, ഇപ്പം ഒരുപാട് ഇന്റർവ്യൂസ് ഞാനിരുന്ന് കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളവരാണെങ്കിലും ശരി അല്ലെങ്കിൽ മലയാളികളാണെങ്കിലും ഒരുപാട് പേര് വന്ന് ഇന്റർവ്യൂവിന് ഇരിക്കും. അപ്പൊ അവിടെ താഴത്ത് തന്നെ ക്വാളിറ്റീസ് ചോദിക്കുന്ന സമയത്ത് അവർ എല്ലാവരും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ തന്നെ ഇങ്ങനെ കിടന്ന് സ്റ്റക്കായി കിടന്ന് കറങ്ങി. ഇത്രയും പോയിന്റുകൾ ഇപ്പം ഫെയർ ആൻഡ് നോൺ ജഡ്ജ്മെന്റ് ആയിരിക്കണം, ബീങ് ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ആയിരിക്കണം, ലൈക്ക് കോൺഫിഡൻഷ്യാലിറ്റി, ഡിഗ്നിറ്റി, പ്രൈവസി, അങ്ങനെ കുറെ പോയിന്റുകൾ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തു ആ വീഡിയോയിൽ. അപ്പൊ ഇത് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഇത് ലൈക്ക് കമ്പാഷനേറ്റ് ആയിരിക്കണം, എംപതി. അപ്പൊ ഇതെല്ലാം പറഞ്ഞു അത് ഓരോന്നും ഞാൻ ആ വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവും. ചുമ്മാ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഗ്യാസ് അടിക്കുന്നതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്ന നമുക്ക് കൂടെ കോൺഫിഡന്റ് ആവും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള. അതെ, നമ്മളുടെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് പോയിന്റ്സ് കിട്ടാതെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷനെ നമ്മൾ കുറയില്ല. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബേസിക് തിങ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് വേറെ കുറെ ക്വാളിഫിക്കേഷൻ നമുക്ക് സ്വന്തമായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മളത് ഓർക്കുന്നില്ല. ചില ആൾക്കാരുടെ നമ്മളുടെ മീൻസ് ചില ട്രസ്റ്റുകളുടെ ഒക്കെ വാല്യൂവിനകത്ത് തന്നെ നമ്മുടെ ക്വാളിറ്റീസ് ആണ് കയറി വരുന്നത്. കമ്പാഷനേറ്റ് ആൻഡ് റെസ്പെക്ട് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ നമ്മളുടെ ഇവിടെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് കമ്പാഷനേറ്റ്, റെസ്പെക്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ക്വാളിറ്റി ആണ് അവരവരുടെ വാല്യൂ ആയിട്ട് വെച്ചിരിക്കുന്നതെന്ന് കൂടി നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജൂലിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ജൂലി ഇപ്പം ജോബിൽ NHSൽ കയറിയാണ്. അപ്പം ഒരുപാട് പേര് സീനിയർ കെയർ ആണെങ്കിലും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൽ നിന്നാണെങ്കിലും മിഡിൽ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിള്ളേർ ഇതേപോലെ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ SIFE കൂടെ പോകുന്ന പിള്ളേരാണ് കൂടുതൽ. അവർക്ക് എല്ലാവർക്കും ഈ ജോബ് ഇന്റർവ്യൂസ് ആണ് ഇപ്പോഴത്തെ ഒരു പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇന്റർവ്യൂസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ജൂലിക്ക് കൊടുക്കാനുള്ള റെക്കമെൻഡേഷൻ എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ എന്തൊക്കെ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ ആണ്.
ആ, പിന്നെ ചില ട്രസ്റ്റുകൾ നമ്മളുടെ പിന്നെ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ അത് ഡിപ്പെൻസ് ഓൺ ട്രസ്റ്റ് ആണ്. അത് ചിലപ്പം ഇവന്റ് ചില ട്രസ്റ്റുകൾ നമ്പർ ഓഫ് സ്റ്റാഫിന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇവന്റ് വെക്കും. ഉം, അപ്പൊ അങ്ങനെയുള്ളവര് പിന്നെ വെയിറ്റ് ചെയ്യുന്നവരെ കൂടി മീൻസ് ആക്സെപ്റ്റ് ചെയ്യും. കൺസിഡർ ചെയ്യാറുണ്ട്. അതല്ലാണ്ട് നമ്മള് പർട്ടിക്കുലർ ചില ട്രസ്റ്റുകൾ നമ്മുടെ പിന്നിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പിന്നെ കിട്ടി കഴിയുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യും. വിളിക്കാറുണ്ട്. ഫസ്റ്റ് നമ്മള് അവരുടെ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മീറ്റ് ചെയ്യണം. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അതെ. ഫാക്ടറാണ്. ഉം. അപ്പൊ സപ്പോർട്ടീവ് ഇൻഫർമേഷൻ സാറിന്റെ തന്നെ കുറെ വീഡിയോസ് ഉണ്ട് അതെ, അതെങ്ങനെയാ അത് മോർ ദാൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനഫ് ആണ് അതിനകത്ത് കണ്ടു കഴിയുമ്പോൾ. അതെ പിന്നെ അതെ അതെ ഡോക്യുമെന്റ് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ അതെ. അപ്പൊ അതൊക്കെ ആ സപ്പോർട്ട് ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് അവരുടെ ഇൻവിറ്റേഷൻ കിട്ടുമെന്ന് തന്നെയാണ് എന്റെ ഒരു 100% ഉള്ള ഒരു ഉറപ്പ്. അതെ. എനിക്കാണെങ്കിൽ ഞാൻ പിന്നെ കിട്ടിയതിന് ശേഷം ഞാൻ ആദ്യം അതായത് സാധാ ഒരു സപ്പോർട്ട് ഇൻഫർമേഷൻ അത് എന്റെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ തന്നെയല്ല എഴുതിയത്. ഞാൻ എന്റെ കസിൻ സിസ്റ്ററിന്റെ എടുത്തിട്ട് ചുമ്മാ എന്റെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ അയച്ചു. അതിലൊന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അതെ. പിന്നെ ഞാനിങ്ങനെ സാറിന്റെ വീഡിയോ കേട്ട് ഞാൻ എന്തൊക്കെ പോയിന്റ് ആണ് എഴുതണ്ടേ, അപ്പൊ ആ പോയിന്റിനകത്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ആ, നമ്മൾ എങ്ങനെയാ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു അതിൽ ആ സപ്പോർട്ട് ഇൻഫർമേഷൻ എങ്ങനെ നമുക്കൊരു വൃത്തിയായിട്ട് മാനേജ് നമുക്കൊരു ചെയ്യുന്നുള്ളത് മനസ്സിലായി. വൃത്തിയായിട്ട് എങ്ങനെ വെക്കാം എന്ന് നോക്കി അത് സാറിന്റെ ആ ഒരു ഇൻഫർമേഷന്റെ ഉണ്ടായിരുന്നു. ബേസിലാണ് ഞാൻ അത് ചെയ്തത്. അങ്ങനെ ഷോർട്ട് അതെ. ലിസ്റ്റഡ് ആയി എന്തായാലും. അതിനുശേഷം എനിക്ക് ഒരു 6-7 ഇന്റർവ്യൂ ഇൻവിറ്റേഷൻ വന്നു. വെരി ഗുഡ്. അപ്പം ഞാന് ബേസിക്കലി ഞാൻ ഈ ഒരു പ്ലേസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നത് കൊണ്ട് ഞാൻ മറ്റെല്ലാം വേണ്ടാന്ന് വെച്ചു. വേണ്ടത്. വേണ്ടാന്ന് വെച്ചു ഞാൻ. കാരണം എനിക്ക് എന്തോ അറിയത്തില്ല. കൊടുത്തപ്പോ തൊട്ട് എനിക്ക് കാറ്ററിംഗ് ഭയങ്കര അതെ, നമുക്കൊരു ചൂസ് നമുക്കിഷ്ടം. ഒരു പ്ലേസ് ചൂസ് ചെയ്യാൻ നമുക്ക് കാണും. ഞാൻ ആദ്യത്തെ സപ്പോർട്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഒരു 35 മോർ ദാൻ 35 ആപ്ലിക്കേഷൻ അയച്ചു. ഒന്നും ആക്സെപ്റ്റഡ് ആയിട്ടില്ല. അത് റിജക്റ്റഡ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ മടി വന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യണ്ടേ, കാരണം നമ്മൾ പിന്നെ കിട്ടി അതെ, എന്നിട്ടും ഇനിയും നമ്മൾ ഈ ഒരു ജോബ് ഹെൽത്ത് കെയർ കിട്ടുന്നില്ല. അസിസ്റ്റന്റിന്റെ ജോബ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഭയങ്കര ഒരു അതെ. ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതും. ഉം. ഓരോ ദിവസവും ഇങ്ങനെ എഴുതി എഴുതി ഒരു വലിയൊരു സപ്പോർട്ട് ഇൻഫർമേഷൻ ഉണ്ടാക്കി. വെരി പിന്നെ ഗുഡ്. അതിനെ ഞാൻ ഓരോ വാർഡിലേക്ക് മീൻസ് ഓരോ ഹോസ്പിറ്റലിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുമ്പോൾ മാറ്റി. അത് റീക്രിയേറ്റ് ചെയ്യും. മീൻസ് ജസ്റ്റ് ചേഞ്ചസ് ഒക്കെ വരുത്തി അതെ. അങ്ങനെയാണ് ഞാൻ അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പം ഇനി കാൻഡിഡേറ്റ്സിന് ഷോർട്ട് ലിസ്റ്റഡ് ആയി. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടിപ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റഡ് ആയി. പിന്നെ നെക്സ്റ്റ് ജൂലി കൊടുക്കാൻ അഡ്വൈസ് എന്താ? ഇനി അടുത്ത അവരുടെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ഒരു ഡേ ഓഫ് ഇന്റർവ്യൂ അവർ പോകുന്നതിന് മുന്നേ എന്തെല്ലാം രീതിയിൽ ഇപ്പൊ ഒരാഴ്ചയുണ്ട്, ചിലപ്പോൾ 3 ദിവസത്തിനുള്ളിലൊക്കെ കാൻഡിഡേറ്റ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യും. സാർ ഇന്റർവ്യൂ ഇന്നയാണ്. ചിലപ്പോൾ ഒരാഴ്ച മുന്നേ കോൺടാക്ട് ചെയ്തിട്ട് ഈ വീഡിയോസ് ഒരു ദിവസം മുന്നേ എടുത്താൽ പോരെയും ചോദിക്കും. ഞാൻ പറയും അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല എന്തായാലും. അപ്പൊ ജൂലിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന്? ഇപ്പൊ വീഡിയോസ് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം സമയം കിട്ടിയോ, അല്ലെങ്കിൽ എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? ആക്ച്വലി ഞാൻ ഈ ഇന്റർവ്യൂവിന് പോണതിന് മുമ്പ് സാറിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 1.5 വീക്സിന് മുമ്പാന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു കോൺടാക്ട്. ഓൺലൈൻ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തതും ഈ വീഡിയോ എനിക്ക് കിട്ടിയതും. അപ്പൊ ഞാൻ അന്ന് തൊട്ട് ഞാനിങ്ങനെ എനിക്ക് 3 ആഴ്ചയിൽ അന്നിപ്പോ ഞാൻ ഒരുപാട് എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിന്റെ ടൈമിലായപ്പോ ഞാൻ കറക്റ്റ് 3 ദിവസത്തെ അല്ലെങ്കിൽ 3.5 ദിവസത്തെ ഡ്യൂട്ടി എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ വൈകിട്ടൊക്കെ ഇരുന്ന് ഇത് നമ്മള് സാറിന്റെ വീഡിയോ നമ്മൾ അവിടെ ഇട്ടിട്ട് പോയാൽ മതി. പക്ഷെ നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മളിപ്പോ ഫുഡ് കഴിക്കുവാണോ ഒന്നും നമുക്ക് വിഷയമല്ല. നമ്മളത് കേട്ടാൽ മാത്രം മതി. അതെ. ആക്ച്വലി നമ്മൾ കോൺസെൻട്രേറ്റ് നമ്മൾ കേൾക്കണം നന്നായിട്ട്. ആ വീഡിയോ നന്നായിട്ട് കേട്ടാൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 20 ടൈംസോളം ഞാൻ ആ വീഡിയോ കേട്ടു. അത് എനിക്ക് ഇനഫ് ആയിരുന്നു. 20 ചില ആൾക്കാർക്ക് എനിക്ക് 20 പ്രാവശ്യം കേട്ടത് എനിക്ക് ഇനഫ് ആണോ എന്ന് ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ അല്ലെന്ന് ഞാൻ പറയും. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. ചിലർക്ക് 2-3 തവണ കേട്ടാൽ മതിയായിരിക്കും. കാരണം ഉം. അത്രയും ക്ലിയർ ആയിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഉം. നമുക്ക് ചിലർക്ക് മെമ്മറി നന്നായിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് ഓർത്തെടുത്തിട്ട് പറയാൻ പറ്റും. എന്നെ അതെ. സംബന്ധിച്ച് ഞാൻ ഇന്റർവ്യൂവിന്റെ അപ്പ വരെയും കേൾക്കുന്ന ഒരു വ്യക്തിയാ. എന്തെങ്കിലും അത് അങ്ങനെയാണെങ്കിൽ ജൂലിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചെയ്തില്ല. അപ്പം ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്തു സാർ. ചെയ്തു. എനിക്ക് എന്നോട് ചോദിച്ച 7-8 ക്വസ്റ്റ്യനിൽ എനിക്ക് ആ 8 ക്വസ്റ്റ്യനും നല്ല വൃത്തിയായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ. അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അപ്പൊ ജൂലിയുടെ ഒരു ഇതില് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ അയച്ചു തന്ന മെറ്റീരിയൽസ് മോർ ദാൻ ഇനഫ് ആണോ പ്രിപ്പയർ ചെയ്ത് ഒരു ഇന്റർവ്യൂ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്? ഉറപ്പായിട്ട് സാർ. അത് തന്നെ മതി. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ NHS എല്ലാവരുടെ ഒരു ഡ്രീം ഒരു ജോബാണ്. ജോബാണ്. അതെ. അതേപോലെ തന്നെ നമുക്ക് എല്ലാ NHSലും ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നതെന്നാണ് എന്റെ ഒരു അറിവ്. അതെ. അപ്പൊ സാറിന്റെ ഈ ആൻസേഴ്സ് മോർ ദാൻ ഇനഫ് ആയിട്ട് മാത്രം. പക്ഷെ നമ്മൾ ആ
കിട്ടുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പാരാഫ്രൈസ് ചെയ്ത് വരും. ജൂലി ആ പോയിന്റ് നേരത്തെ പറഞ്ഞായിരുന്നു, അത് അതന്നെ പാരാഫ്രൈസ് വരും. അപ്പൊ അത് മനസ്സിലായില്ലെങ്കിൽ അവരോട് നമ്മൾ ഒന്നും തിരിച്ചു കൂടി കൊടുക്കും. ചോദിക്കുക. അതെ. ഒരു ഒന്നല്ല 2 തവണ ചോദിച്ചാൽ അവർക്കൊരു വിഷയമുള്ള കാര്യമല്ല. മനസ്സിലായിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ജൂലിയുടെ ഇത്രയും വരെയുള്ള ഒരു ജേർണിയിൽ OET തുടങ്ങി CBT ആൻഡ് അവസാനം പിൻ നമ്പർ കിട്ടി ജോലി വരെ എത്തുന്ന അതാണ് നമ്മുടെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പാട്ടാവാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ജൂലി എത്രത്തോളം നമ്മുടെ MNCയുടെ സർവീസസും അല്ലെങ്കിൽ ക്ലാസ്സസും സെഷൻസ് ഒക്കെ റെക്കമെൻഡ് ചെയ്യും സ്റ്റുഡൻസിനും? ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും എല്ലാവർക്കും. കാരണം എന്ന് വെച്ചാല് ക്ലാസിന്റെ സപ്പോർട്ട് മാത്രമല്ല, അല്ലാണ്ട് തന്നെയാണെങ്കിലും ഞാൻ ഒരുപാട് ക്വയറീസ് ചോദിച്ചിട്ടുണ്ട്, സാറിനോടാണെങ്കിലും പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്വയറീസ് ഒക്കെ ക്ലിയർ ചെയ്ത് തയ്യാറുണ്ട്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് സാറിന്റെ മീൻസ് MNCയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു അവസരവും. പിന്നെ അവിടം തൊട്ട് എന്റെ ഇന്റർവ്യൂ, അതായത് എന്റെ പിന്ന് കിട്ടി എന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, എന്റെ എന്താ എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരെ കിട്ടുമ്പോഴും, കാരണം ഇതിന്റെ പാർട്ടാണല്ലോ, അങ്ങനെ MNCയിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആണ്. MNCയിൽ ജോയിൻ ചെയ്ത് OET ടു ടിൽ എന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വരെ ഞാൻ സാറിന്റെ കൂടെ മീൻസ് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ അതുപോലെ തന്നെ ലൈക്ക് വൈസ് ജൂലി, അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം. കാര്യം ഇത്രയും സ്ട്രഗിൾ ചെയ്ത്, കാര്യം ഈ ഒരു കൺട്രിയിൽ ഇവിടെ UK വർക്ക് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക, ഇത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എക്സാം എഴുതുക, CBT എഴുതുക, അതൊരു ലോങ് ജേർണിയാണ്. അല്ല, ഇവിടെ MNCയിൽ ജോയിൻ ചെയ്ത് 23 മെയ്യിലായിരുന്നു. 23 മെയ്യില്. മെയ് തൊട്ട് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ്, അത് 3 മന്തിന്റെ കോഴ്സ് എടുത്ത് ഞാൻ ഏബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ എനിക്കൊരു അഡ്വൈസ് എല്ലാവർക്കും കൊടുക്കാനുള്ളത്, അതല്ല OET പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കാനുള്ളത്, വളരെ കഷ്ടപ്പെടണം നമ്മള്. അതായത് കഷ്ടപ്പെടാൻ നമുക്ക് ഇത് പറയുന്ന പോലെ നമ്മളുടെ ആഗ്രഹം ജെനുവിൻ ആണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാനും കൂടി തയ്യാറാണ്. അപ്പം അങ്ങനെ എന്റെ വെച്ചാൽ ഞാന് നൈറ്റ് ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് 10 o'clock, നമ്മൾ 8 o'clock ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, നമ്മളുടെ ഫുഡും എല്ലാം നമ്മളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 10:30 ആകുമ്പോൾ ഞാൻ പഠിക്കാനിരുന്ന ചിലപ്പോ വെളുപ്പിന് 3 മണി വരെയൊക്കെ ഞാൻ പഠിക്കാറുണ്ട്. എന്നിട്ട് 7 മണി വരെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകും. അങ്ങനെ ഒരു ആളാണ് ഞാൻ. അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെടാനും നമുക്ക് തരുന്ന ആ ഒരു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിനോട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഒബിയസ്ലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണി ആണ് ഇതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെരി ഗുഡ് ലുലി. കാര്യം അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് മെയിൻ ആയിട്ട്. കാര്യം ബാക്കി ഏതും കാര്യം ഇപ്പൊ ഈവൻ നമ്മളാണെങ്കിൽ പോലും ഇപ്പോൾ ആസ് എൻ അക്കാഡമി അല്ലെങ്കിൽ നമ്മളത് ലൈക്ക് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല എക്സ്പീരിയൻസും വേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസും കിട്ടിയിട്ടുള്ള OETയുടെ സൈഡിൽ നിന്നാണ്. കാര്യം എല്ലാവരും അത്രയും പഠിക്കൂ എന്ന് പറയും, പക്ഷെ ബാക്കി എല്ലാത്തിനും CBTക്ക് ആണെങ്കിലും OSCEയുടെ കാര്യത്തിലാണെങ്കിലും ഇന്റർവ്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് 100% ഗ്യാരണ്ടി പറയാം നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഒരു കുഴപ്പമില്ല. കാര്യം പറഞ്ഞു തരുന്നത് പഠിച്ചാൽ മതി, അതിന് എല്ലാത്തിനും എവിഡൻസ് ഉണ്ട് നമുക്ക്. അത് മാത്രം അതേപോലെ പോയി പറയുകയാണെങ്കിൽ ശരി കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, CBT ഉറപ്പാണ്, OSCE ഉറപ്പാണ്. പക്ഷെ OETയുടെ കാര്യം അതൊരു ലാംഗ്വേജ് എക്സാം ആയതുകൊണ്ട് ഭയങ്കര ട്രിക്കിയാണ്. ആ റിസോഴ്സസ് എത്രത്തോളം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ജൂലി ഇപ്പൊ പറഞ്ഞ കാര്യം ലൈക്ക് വർക്കും കഴിഞ്ഞ് ഇത്രയും നേരം പ്രാക്ടീസും ചെയ്ത് പിന്നീട് ഒരു 3 മണിക്കൂർ ഉറങ്ങിയിട്ട് ഡ്യൂട്ടിക്ക് പോവാം. അത് ഓരോരുത്തർക്കും പറ്റുന്ന എബിലിറ്റി പോലെ ഇരിക്കും അല്ലെ. അപ്പൊ അതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് സംഭവം. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു ലൈക്ക് ബാലികറ മല എന്നൊക്കെ പറയും, കൈൻഡ് ഓഫ് ഒരു ബാലികറ മല തന്നെയാണ്. നമുക്ക് നമ്മളിലോട്ട് നമുക്ക് വരുത്തിക്കൊണ്ട് വരാൻ പറ്റും. അതിന് എന്തായാലും ഒരു സ്ട്രഗിൾ ആണ് എന്തായാലും. പക്ഷെ എനിവേ ജൂലി അതെല്ലാം റെഡിയാക്കി എന്തായാലും കൊണ്ടെത്തിച്ചു. അവസാനം ഈ ഒരു റിസൾട്ട് കിട്ടിയതിൽ ജൂലി ഹാപ്പിയാണ്. ഇത്രയും ഒരുപാട് സന്തോഷമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് ഗ്രേസ്ഫുൾ ആണ്. ലൈക്ക് ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദി പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ പ്രാവശ്യം ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇത് രണ്ടും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. ആണോ, നമ്മുടെ പ്രാർത്ഥന നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ദൈവം നമുക്ക് ഉറപ്പായിട്ടും തരും. കാരണം അതായത് നമ്മളുടെ ഇന്റൻഷൻ നല്ലതാണ്. അതെ, അത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ പഠിക്കണം. ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് പ്രാർത്ഥിച്ചോണ്ട് മാത്രം കാര്യമില്ല. ഇല്ല. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ഇങ്ങനെ എന്റെ കഴിവല്ല ദൈവത്തിന്റെ കഴിവാണ് ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പോലും ഞാനിപ്പോ എന്നോട് ആൾക്കാർ എന്റെ കൂട്ടത്തില് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ഞാൻ എപ്പോഴും പറയും, നമ്മളിങ്ങനെ കിടക്കേണ്ടവരല്ല.
നമ്മൾ നിങ്ങൾ പഠിച്ചിട്ട് അപ്പൊ അവരെന്നോട് പറയും ഡ്യൂട്ടി ഉണ്ട്, പിള്ളേരുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു എയിം ഉണ്ടെങ്കിൽ, അതായത് നമുക്കത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ, നമുക്കത് ചെയ്തെടുക്കാം. ഉറപ്പായിട്ടും. അതിനകത്ത് ഒരു കാര്യങ്ങളും തടസ്സമല്ല, ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. അതെ, ഇപ്പൊ എന്റെ അൾട്ടിമേറ്റ് എയിം ഈസ് ഐ നീഡ് ടു പാസ് മൈ OET. ദാറ്റ് ഈസ് മൈ അൾട്ടിമേറ്റ് എയിം. അതായിരുന്നു എന്റെ എയിം. അതെ, അപ്പൊ അതിനു മുമ്പ് വന്ന എന്ത് തടസ്സവും അല്ലെങ്കിൽ എന്ത് സാധനവും ഞാൻ അതിനെ മൈൻഡ് ചെയ്തേയില്ല. എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. ഉം, ബട്ട് ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ എത്തി. അതെ, അതെ അതെ. വലിയ കാര്യമാണ് ജൂലി. ഇനിയിപ്പോ എന്തായാലും ജൂലിക്ക് ഹാപ്പി ആയിട്ട് ഫാമിലിനെ കൊണ്ടുവരാം, സെറ്റിൽ ആവാം, കാര്യങ്ങളൊക്കെ അതെ ഉണ്ടെങ്കിൽ വലിയ അതെ കാര്യമാണ്. അതെ ഇപ്പൊ പതിയെ ഹോസ്പിറ്റൽ അക്കോമഡേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്തായാലും എത്രയും വേഗം തന്നെ ഫാമിലി റീജോയിൻ ചെയ്യട്ടെ ജൂലിയുടെ കൂടെ. ആൻഡ് ബാക്കി അതെ. ഇനി ഇനിയുള്ള പ്രോഗ്രഷന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അറിയിക്കാം. ഓൾവേസ് കോൺടാക്റ്റിൽ തന്നെ ഉണ്ടായിരിക്കുക എന്തായാലും. ഓക്കെ സർ. എല്ലാം നല്ല ഓക്കെ. രീതിയിൽ തന്നെ ജൂലിയുടെ സൂപ്പർ ന്യൂമറി പീരീഡ് ഒക്കെ കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സൂപ്പർ ന്യൂമറി പീരീഡ് കഴിയട്ടെ. എന്നിട്ട് വേഗം തന്നെ, പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം ആ പറയും, അല്ലെങ്കിൽ അവിടെ ഞാൻ മോർ ദാൻ ആ, ഹാപ്പി ആയിരിക്കും. അവര് എന്നോടത്ത് സംസാരിച്ചായിരുന്നു 10 days more ഇനഫ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഐ എം സെയിം ലൈക്ക് സിക്സ് ടു ന്യൂലി എയ്റ്റ് വീക്സ് ആണ് ക്വാളിഫൈഡ് ജൂലി. ആണ്. അതെ, 6 to 8 weeks ആണ്. സോ ലൈക്ക് ആ, ബെറ്റർ യു ഷുഡ് റിക്വസ്റ്റ് ദാറ്റ്. അത് തന്നെ ജൂലി റിക്വസ്റ്റ് ചെയ്യുക എന്തായാലും. അപ്പൊ അവർക്ക് അത് അറിയില്ല, ലൈക്ക് ആ മിസ്കമ്മ്യൂണിക്കേഷൻ വന്നതോ എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ വിട്ടുപോയതായിരിക്കും. ജൂലി അതെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് മിനിമം ഒരു 8 weeks എങ്കിലും സൂപ്പർ ന്യൂമറി പീരീഡിലോട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ജൂലിക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും അതെ കേട്ടോ. അതെ. അങ്ങനെ തന്നെ ചെയ്യാം എന്തായാലും. ഓക്കെ സർ. താങ്ക് യു ഓക്കെ. ജൂലി, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഞാൻ അല്ല, അതെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷണൽ ആയിരിക്കും ജൂലി. കാര്യം ഈ ഒരു ഞാൻ അതുകൊണ്ടുകൂടി തന്നെയാണ് സാറ് പറഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി ഞാൻ ഇങ്ങനെ അധികം ഇങ്ങനത്തെ ഉള്ള ഒരു സംസാരിക്കാറില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എന്നിലൂടെ ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് കിട്ടിയ അവർ പഠിച്ച് അതെ, OET. കാരണം ഒരു ആസ് എ നേഴ്സ് നമ്മളാണെങ്കിൽ ഒരു കെയർ അസിസ്റ്റന്റ് അതൊരു അഴുക്ക് ജോബാന്ന് ഞാൻ പറയുന്നില്ല. അതെ, പക്ഷെ നമ്മൾ എത്ര ആ, എനിക്ക് കുഴപ്പമില്ല, ഈ ജോബ് എനിക്ക് പ്രശ്നമില്ല എങ്ങനെയാന്ന് പറയുന്നവരുടെ ഉള്ളിന്റെ ഉള്ളില് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ പഠിച്ചിരുന്നെങ്കിൽ. നല്ലതായിരുന്നു എന്ന ഒരു സം പോയിന്റിൽ അവരത് ചിന്തിക്കും. അതെ, അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് സത്യം. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ OET പാസ്സായത്. അതെ, അതേപോലെ തന്നെ ഞാൻ ഈ സ്റ്റിൽ ഇവിടെ ഞാൻ ഇങ്ങനെ NHS ഒരു ജോബില് അതിലോട്ട് വർക്ക് ചെയ്യുന്നത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത്. അപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്യാതെ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു കാര്യങ്ങളും നമുക്ക് നടക്കത്തില്ല. അതെ. അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ ബബിള് പൊട്ടിച്ച് പുറത്തു വന്ന ഒരാളാണ് ജൂലി. അതെ. എനിവേ എന്തായാലും താങ്ക് യു ജൂലി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഒരുപാട് ഫോർ പേര് യുവർ ജൂലിനെ എന്തായാലും ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യും ഇത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിട്ട്. എന്തായാലും നല്ല കാര്യം. നമുക്ക് ഓക്കെ. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. എത്രയൊക്കെ ആൾക്കാരെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാം എന്തായാലും. അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അതെ അതെ. എന്തായാലും ഓക്കെ എല്ലാ സർ. കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അപ്പൊ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ബെസ്റ്റ് വിഷസ് ആൻഡ് ഗോഡ് ബ്ലസ്. എല്ലാം നല്ല താങ്ക് യു സർ. താങ്ക് യു സോ താങ്ക് യു. മച്ച്. ടേക്ക് കെയർ കേട്ടോ. താങ്ക് യു. ഓക്കെ, ബൈ ഓക്കെ ബൈ. ബൈ ബൈ ബൈ.